ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നിർമ്മാണം ഹിദായ ഇസ്ലാമിക് സെന്റർ. ശബ്ദം നാസർ സഖാഫി അമ്പലക്കണ്ടി, റഹീം മൈലാടി. സഹസംവിധാനം സുബൈർ അസ്ഹരി പുഞ്ചപ്പാടം. സംവിധാനം അബ്ദുൽ അസീസ് ഫൈലി പാലാഴി. പ്രപഞ്ചത്തിന്റെ സംവിധായകനും സംരക്ഷകനും സംഹാരകനുമായ അല്ലാഹു തആല സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അവന് ആരാധന ചെയ്യാനാണ്. വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ആകാശം, ഭൂമി, സൃഷ്ടിലോകത്തെ വിവിധ ദൃശ്യങ്ങൾ, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, മേഘങ്ങൾ, ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളതെല്ലാം അവനെ വാഴ്ത്തുന്നു, അവന്റെ മഹത്വം വിളിച്ചോതുന്നു. അവനെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്താത്ത യാതൊന്നും തന്നെയില്ല. എന്നാൽ അവയുടെ വാഴ്ത്തൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും അതിലൂടെ ദൈവിക പ്രീതി നേടുകയും ചെയ്യലാണ്. അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 5 സമയങ്ങളിലായുള്ള നിസ്കാരമാണ്. നിസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിശ്ചയിച്ച നിർബന്ധ ആരാധനയാണെന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. നിസ്കാരം സത്യവിശ്വാസത്തിന്റെ സാക്ഷ്യപ്രകടനം കൂടെയാണ്. ആ നിസ്കാരത്തിന്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിരവധിയാണ്. നമുക്ക് ചിലത് ശ്രവിക്കാം. നിസ്കാരം തെറ്റുകളിൽ നിന്നും നീചപ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസികളെ കാത്തുസൂക്ഷിക്കുന്നു. നിസ്കരിക്കുന്നവന് ഭൗതിക വിഭവങ്ങളിൽ ബറക്കത്ത് ലഭിക്കുന്നു. ശരീരത്തിന് ആശ്വാസവും മനസ്സിന് സംതൃപ്തിയുമുണ്ടാകുന്നു.
അല്ലാഹുവിന് ഏറ്റവും തൃപ്തികരമായ ഇബാദത്ത് നിസ്കാരമാണ്. പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നതും നിസ്കാരം തന്നെ. ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ മുഖ്യമായതും നിസ്കാരമാണ്. നിസ്കാരം അല്ലാഹുവിനെ സ്തുതിയർപ്പിക്കലും അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തലും വാഴ്ത്തലുമാണ്. നിസ്കാരം ഖുർആൻ പാരായണവും ദിക്റുകൾ ചൊല്ലലും ദുആ ചെയ്യലുമാണ്. അടിമ ഉടമയായ നാഥനോട് നടത്തുന്ന അഭിമുഖ സംഭാഷണമാണിത്. തപിത മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന നാഥന്റെ സവിധത്തിലേക്ക് ബന്ധപ്പെടുത്തുന്ന ആരാധന, അതാണ് നിസ്കാരം. അത് ശരീരം, മനസ്സ്, ചിന്ത എല്ലാം കൂടിച്ചേർന്നുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ആത്മീയ ആവിഷ്കാരമാണ്. മനഃശാസ്ത്ര ചികിത്സയാണ്. പുണ്യങ്ങളുടെ പറുദീസയാണ്. നിസ്കാരമില്ലെന്ന് വിശ്വസിക്കുന്നവർ, നിസ്കാരത്തെ നിഷേധിക്കുന്നവർ, ഇവരുടെയൊക്കെ സ്ഥാനം മതത്തിന് പുറത്താണ്. 5 നേരത്തെ നിസ്കാരം ഓരോ സത്യവിശ്വാസിക്കും വ്യക്തിഗത ബാധ്യതയാണ്. ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്നിവയാണ് 5 വക്ത് നിസ്കാരങ്ങൾ. ഇനി ആർക്കൊക്കെയാണ് നിസ്കാരം നിർബന്ധമാവുക? ശുദ്ധിയും വിശേഷബുദ്ധിയുമുള്ള പ്രായപൂർത്തിയായ സത്യവിശ്വാസികൾക്കാണ് നിസ്കാരം നിർബന്ധമാവുക. ആർത്തവ, പ്രസവ രക്തമുള്ള സമയത്ത് സ്ത്രീകൾ നിസ്കരിക്കരുത്. ശുദ്ധിയായ ശേഷം അവർ നഷ്ടപ്പെട്ട നിസ്കാരം വീണ്ടെടുക്കേണ്ടതുമില്ല. കുട്ടികളെ 7 വയസ്സ് മുതൽ നിസ്കാരം ശീലിപ്പിക്കണം. 10 വയസ്സ് മുതൽ നിസ്കരിക്കാത്തതിന് ചെറിയ ശിക്ഷയും നൽകണം. പ്രായപൂർത്തിയാകുന്നതോടെ മാത്രമേ നിസ്കാരവും മതത്തിലെ മറ്റു ആരാധനകളും നിർബന്ധമാവുകയുള്ളൂ. എപ്പോഴാണ് പ്രായപൂർത്തിയാവുകയെന്ന് നോക്കാം. ശുക്ലസ്രാവം ഉണ്ടാവുകയോ 15 വയസ്സ് പൂർത്തിയാവുകയോ ചെയ്യുന്നതോടെ പുരുഷന് പ്രായപൂർത്തിയാകുന്നു. സ്ത്രീകൾക്ക് മാസമുറ പ്രത്യക്ഷപ്പെടുകയോ 15 വയസ്സ് പൂർത്തിയാവുകയോ ചെയ്യുമ്പോഴും പ്രായപൂർത്തിയെത്തുന്നു. നിസ്കാരത്തിന് 5 നിബന്ധനകളാണുള്ളത്. 1. അശുദ്ധികളിൽ നിന്നും ശുദ്ധി വരുത്തൽ. 2. നജസുകളിൽ നിന്നും ശുദ്ധി വരുത്തൽ. 3. നഗ്നത മറക്കൽ. 4. നിശ്ചിത സമയത്ത് നിർവഹിക്കൽ. 5. ഖിബിലക്ക് അഭിമുഖമായി നിർവഹിക്കൽ. നിസ്കാരത്തിന് മുമ്പ് ഈ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിന്റെ 1-ാമത്തെ ഷർത്ത് അഥവാ നിബന്ധന അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുകയാണല്ലോ. വൃത്തിക്ക് മുന്തിയ പരിഗണന നൽകിയ മതമാണ് ദീനുൽ ഇസ്ലാം. അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നുവെന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ആരാധനയുടെ സ്വീകാര്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന അശുദ്ധികൾ മുഖ്യമായും 2 എണ്ണമാണ്. 1. ചെറിയ അശുദ്ധി. 2. വലിയ അശുദ്ധി. ചെറിയ അശുദ്ധി ഉയർത്താൻ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം. ഇനി നമുക്ക് ചെറിയ അശുദ്ധിയുടെ കാരണങ്ങൾ പരിശോധിക്കാം. 1. ശുക്ലമല്ലാത്ത വല്ലതും അഥവാ മലം, മൂത്രം തുടങ്ങിയവ ഗുഹ്യസ്ഥാനങ്ങളിലൂടെ പുറപ്പെടുക.
2. ഉറക്കം, ബോധക്ഷയം മുതലായവ കാരണം സ്വബോധം നഷ്ടപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ-ഐനാനി വികാഉസ്-സഹ്ഹി ഫമൻ നാമ ഫല്യതവല്ല. കണ്ണ് പിൻദ്വാരത്തിന്റെ അടപ്പാണ്. അതുകൊണ്ട് ഉറങ്ങിയവൻ വുളൂ ചെയ്യണം. വുളൂ മുറിയുന്ന കാര്യങ്ങളിൽ മൂന്നാമത്തേത് മുൻകൈയിന്റെ ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടലാണ്. ഇവിടെയും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു, ഇദാ അഫ്ളാ അഹദുകും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ സത്റുൻ വലാ ഹിജാബ് ഫല്യതവല്ല. കൈകളിൽ യാതൊരു മറയും വസ്ത്രവുമില്ലാതെ നിങ്ങൾ ഗുഹ്യസ്ഥാനം കൈവെള്ള കൊണ്ട് സ്പർശിച്ചാൽ വുളൂ ചെയ്യണം. മറ്റുള്ളവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സ്പർശിച്ചാൽ സ്പർശിക്കുന്നവന്റെ വുളൂ ആണ് മുറിയുക. 4. അന്യരും വലിയവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ സ്പർശിക്കുക. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിക്കുകയും വെള്ളം ലഭിക്കാതിരിക്കുകയും ചെയ്താൽ ശുദ്ധ മണ്ണുകൊണ്ട് തയമ്മും ചെയ്യുക. ഇവിടെ ലാമസ എന്ന പദത്തിന് സ്പർശിക്കുക എന്ന അർത്ഥമാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ മദ്ഹബിന്റെ ഇമാമുമാരായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവർ സ്പർശനം വുളൂ മുറിക്കുമെന്ന് വിധി നൽകിയിരിക്കുന്നു. വിവാഹം കഴിക്കൽ നിഷിദ്ധമല്ലാത്ത, രക്തബന്ധമുള്ള കുടുംബങ്ങളല്ലാത്ത എല്ലാവരും അന്യരാണ്. അതിനാൽ ഭാര്യ അന്യരുടെ ഗണത്തിലാണ് പെടുക. അവളെ സ്പർശിച്ചാലും വുളൂ മുറിയുമെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് വുളൂഇന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വുളൂ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഷർത്തുകൾ, അതായത് നിബന്ധനകൾ പാലിക്കണം. വുളൂഇന്റെ ഷർത്തുകൾ ഇവയാണ്: 1. തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കുക. 2. വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കുക. 3. വെള്ളത്തിന്റെ ഗുണം മാറ്റുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4. അവയവങ്ങളിൽ വെള്ളം ഒലിച്ചിറങ്ങുക. 5. നിത്യ അശുദ്ധിയുള്ള രോഗികൾ സമയമായ ശേഷം മാത്രം വുളൂ ചെയ്യുക. വുളൂഇന്റെ ഷർത്തുകളെ സംബന്ധിച്ച് ചെറിയ ഒരു വിശദീകരണം ആവശ്യമാണ്. ഏതുതരം വെള്ളമാണ് തൊഹൂറായ വെള്ളമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. സമുദ്രമുൾപ്പെടെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം തൊഹൂറാണ്. ഇളനീർ, പനിനീർ, സർബത്ത് തുടങ്ങി ജലത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട പാനീയങ്ങളൊന്നും ശുദ്ധീകരണത്തിന് പറ്റുന്നതല്ല. നജസ് കലർന്ന വെള്ളവും ശുദ്ധീകരണത്തിന് പറ്റില്ല. രക്തം, മലം, മൂത്രം, ചലം തുടങ്ങിയവയൊക്കെയാണ് നജസുകളെന്ന് പറയുന്നത്. അവയവങ്ങളിൽ വെള്ളം ഒലിക്കുക എന്നാൽ എന്താണ്? ഇങ്ങനെ കൈകാലുകളിലും മുഖത്തും വെള്ളം ഒലിപ്പിക്കലാണത്. ശീല കൊണ്ട് നനച്ചാലോ അന്തരീക്ഷത്തിലെ ഈർപ്പം തട്ടിച്ചാലോ മതിയാവുകയില്ല. 3-ാമത്തെ ഷർത്ത് നോക്കൂ. വെള്ളത്തിന്റെ ഗുണം മാറ്റുന്ന വസ്തുക്കൾ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. ഉദാഹരണമായി ചായം, വാട്ടർ കളർ, നമ്മുടെ
അവയവങ്ങളിലുണ്ടെന്ന് സങ്കൽപ്പിക്കുക. വെള്ളം തട്ടുമ്പോൾ അത് അലിഞ്ഞ് അവയവങ്ങളിൽ പരക്കുന്നു. അതോടെ ശുദ്ധീകരണത്തിന് നാം എടുത്ത വെള്ളത്തിന്റെ നിറവും മാറുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ വുളൂഇന് മുമ്പ് അവ നീക്കം ചെയ്യണം. പ്രകാരം തന്നെ പെയിന്റ്, വിളഞ്ഞൽ തുടങ്ങിയവ അവയവങ്ങളിൽ പറ്റിപ്പിടിച്ചാൽ അവിടെയും വെള്ളം ശരീരത്തിലെത്തുകയില്ല. മണ്ണെണ്ണയോ മറ്റോ ഉപയോഗിച്ച് അത് നീക്കം ചെയ്ത ശേഷം മാത്രമേ വുളൂ ചെയ്യാവൂ. ഇനി വുളൂ എടുക്കുന്ന രൂപം ശ്രദ്ധിക്കുക. കൈ കഴുകുന്നതിന്റെ ആരംഭത്തിൽ ഇങ്ങനെ ചൊല്ലുക: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله. الحمد لله الذي جعل الماء طهورا. نويت سنن الوضوء. വുളൂഇന്റെ സുന്നത്തുകൾ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് മുൻകൈ കഴുകുന്നു. രണ്ട് കൈകളും 3 പ്രാവശ്യം ഒപ്പം കഴുകണം. തുടർന്ന് ബ്രഷ് ചെയ്യുന്നു. തുടർന്ന് വലത് കൈക്കുമ്പിളിൽ അല്പം വെള്ളമെടുത്ത് വായിൽ കൊപ്പിളിക്കുകയും ഒപ്പം മൂക്കിൽ കയറ്റി ഇങ്ങനെ ചീറ്റുകയും ചെയ്യുക. ഇത് 3 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. പിന്നീട് കൈകളിൽ വെള്ളമെടുത്ത് നവൈതു ഫർളൽ വുളൂഇ. വുളൂഇന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് മുഖം കഴുകുന്നു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ആരാധനാ കർമ്മങ്ങൾ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. അവ സ്വീകാര്യമാവണമെങ്കിൽ നിയ്യത്ത് അത്യാവശ്യവുമാണ്. പിന്നീട് മുഖം 3 പ്രാവശ്യം കഴുകണം. നെറ്റിക്ക് മുകളിൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും 2 ചെവിക്കുറ്റികൾക്കിടയിലുള്ള സ്ഥലവുമാണ് മുഖം. ഇത്രയും ഭാഗത്തെ രോമങ്ങളും ബാഹ്യചർമ്മവും കഴുകണം. കണ്ണിന്റെയും മൂക്കിന്റെയും ഉൾഭാഗങ്ങൾ കഴുകേണ്ടതില്ല. മുഖത്തിനോട് ചേർന്നു നിൽക്കുന്ന ചെവി, തല, കഴുത്ത് എന്നിവയിൽ നിന്നും അല്പം കൂടി കഴുകി മുഖം പൂർണ്ണമായും കഴുകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. തുടർന്ന് 2 കൈകൾ കഴുകുക. കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് വലതു കൈയിന്റെ വിരൽക്കൊടി മുതൽ കൈമുട്ടിലേക്ക് ഇങ്ങനെ വെള്ളമൊഴുക്കുക. മുട്ടിന്റെ മുകളിലേക്ക് അല്പം കൂടി കഴുകി പൂർണ്ണത ഉറപ്പുവരുത്തുക. 3 പ്രാവശ്യം കഴുകിയ ശേഷം ഇടതു കൈയും ഇപ്രകാരം തന്നെ കഴുകുക. റിസ്റ്റ് വാച്ച്, മോതിരം തുടങ്ങിയവ അഴിച്ചു വെക്കണം. അല്ലെങ്കിൽ അവ ചലിപ്പിച്ച് താഴ്ഭാഗത്ത് വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് തല തടവുക.
കൈവിരൽ നനച്ച് അവ കൊണ്ട് തല തടവിയാൽ മതി. ഇങ്ങനെ 3 പ്രാവശ്യം ചെയ്യണം. ശാഫിഈ കർമ്മസരണിയിൽ തല അല്പം തടവിയാൽ തന്നെ ഫർള് വീടും. എന്നാൽ മുഴുവൻ തടവൽ പ്രത്യേകം സുന്നത്തുമാണ്. തല മുഴുവൻ തടവുന്നതിന്റെ രൂപം ശ്രദ്ധിക്കുക. നീണ്ട മുടിയുള്ളവർ ഇങ്ങനെ കൈമടക്കിക്കൊണ്ടുവരേണ്ടതില്ല. തലയുടെ പുറത്ത് നെറ്റിയോ മറ്റോ തടവിയാൽ മതിയാവുകയുമില്ല. ഇനി ചെവി തടവുന്നു. തല തടവാൻ ഉപയോഗിച്ചതല്ലാത്ത പുതിയ വെള്ളമെടുത്തുകൊണ്ടാണ് ചെവി തടവേണ്ടത്. അബ്ദുല്ലാഹിബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂ ചെയ്യുന്ന സമയത്ത് തല കഴുകാൻ വേണ്ടി എടുത്തതല്ലാത്ത വെള്ളം ചെവിക്ക് വേണ്ടി എടുക്കുന്നത് ഞാൻ കണ്ടു. അകവും പുറവും ഇങ്ങനെ ഒന്നിച്ച് തടവണം. 2 ചെവിയും ഒപ്പം തടവേണ്ടതുണ്ട്. തുടർന്ന് കാൽ, നിര്യാണി ഉൾപ്പെടെ കഴുകുന്നു. വിരലുകളുടെ ഇട, മടമ്പിലെ വിള്ളലുകൾ, നഖക്കുഴി എന്നിവ ശ്രദ്ധാപൂർവം കഴുകണം. കാൽ കഴുകി എന്ന് ഉറപ്പുവരുത്താൻ കണങ്കാലിലേക്ക് അല്പം കയറ്റി കഴുകണം. നാം ഇപ്പോൾ കണ്ട ഈ ക്രമത്തിലാണ് വുളൂ ചെയ്യേണ്ടത്. ഈ ക്രമം തെറ്റിയാൽ വുളൂ ശരിയാവുകയില്ല. വുളൂഇന്റെ ഫർളുകൾ നമുക്കൊന്നുകൂടെ നോക്കാം. 1. നിയ്യത്ത് ചെയ്യൽ. 2. മുഖം കഴുകൽ. 3. 2 കൈ മുട്ടുൾപ്പെടെ കഴുകൽ. 4. തല തടവൽ. 5. കാലുകൾ നിര്യാണി ഉൾപ്പെടെ കഴുകുക. 6. മേൽ വിവരിച്ച ക്രമം പാലിക്കുക. ഈ ഫർളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവ വുളൂഇന്റെ സുന്നത്തുകളാണ്. ചില പ്രധാന സുന്നത്തുകൾ ഇവയൊക്കെയാണ്: മുൻകൈ കഴുകുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, ദിക്റുകൾ ചൊല്ലുക, 3 പ്രാവശ്യം ചെയ്യുക, തല മുഴുവൻ തടവുക, ചെവി തടവുക തുടങ്ങിയവ. ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാനും ജലക്ഷാമം അനുഭവപ്പെടുമ്പോഴും മറ്റും ഫർളുകൾ മാത്രം ചെയ്ത് വുളൂ എടുക്കാം. വുളൂ ചെയ്യുമ്പോൾ സംസാരിക്കാതിരിക്കുക, ഖിബ്ലക്ക് അഭിമുഖമായി നിൽക്കുക എന്നിവ സുന്നത്താണ്. അമിതമായി വെള്ളം ഉപയോഗിക്കലും 3 പ്രാവശ്യത്തിൽ അധികം കഴുകുന്നതും ഉത്തമമല്ല. വുളൂ എടുത്ത ശേഷം ഇങ്ങനെ കൈകളും കണ്ണുകളും ആകാശത്തേക്കുയർത്തി ദുആ ചെയ്യണം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് നജസ് നീക്കം ചെയ്യലാണല്ലോ. മലം, മൂത്രം, മദ്യം തുടങ്ങിയ നജസുകൾ ശരീരം,
വസ്ത്രം, നിസ്കാരസ്ഥലം എന്നിവിടങ്ങളിൽ നിന്നും നിസ്കാരത്തിന് മുമ്പ് പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടതാണ്. നിന്ന് മൂത്രിക്കുന്നവരും ഇറുകിയ വസ്ത്രം ധരിക്കുന്നവരും വിസർജ്യവസ്തു വസ്ത്രത്തിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനയുടെ സ്വീകാര്യത തടയുന്ന ശരീരത്തിലെ ആന്തരികാവയവങ്ങൾക്ക് ഹാനികരമായ ഇറുകിയ വസ്ത്രങ്ങൾ സത്യവിശ്വാസികൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. മദീനയിലെയോ മക്കയിലെയോ ഒരു താഴ്വാരത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്ന ശബ്ദം പ്രവാചകൻ കേട്ടു. കൂടെയുള്ളവരോട് അവിടുന്ന് പറഞ്ഞുകൊടുത്തു, ഇവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്. വലിയ തെറ്റ് ചെയ്തതുകൊണ്ടൊന്നുമല്ല അത്. അതിലൊരാൾ മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും നീക്കാറുണ്ടായിരുന്നില്ല. മൂത്രം പൂർണ്ണമായും ഒഴിഞ്ഞു പോകാതെ എഴുന്നേൽക്കുകയും ശരിയായ വിധത്തിൽ ശുദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. സത്യവിശ്വാസികൾ ആത്മീയ ശുദ്ധിയോടൊപ്പം ശാരീരിക ശുദ്ധിയും കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഷർത്ത് നഗ്നത മറക്കലാണല്ലോ. പുരുഷൻ തന്റെ കാൽമുട്ടിന്റെയും പൊക്കിൾ കൊടിയുടെയും ഇടയിലുള്ള സ്ഥലം നിസ്കാരത്തിൽ മറക്കൽ നിർബന്ധമാണ്. സ്ത്രീയാവട്ടെ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മുഴുവൻ മറക്കൽ നിർബന്ധമാണ്. പുരുഷന് തലമറക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. പിരടിയും ചുമലും മറയുന്ന വസ്ത്രം ധരിക്കലും അവന് സുന്നത്താണ്. തൊലിയുടെ നിറം കാണാത്ത, ശരീരത്തിന്റെ വണ്ണം അനാവൃതമാകാത്ത വസ്ത്രം ധരിക്കലാണ് ഉത്തമം. സ്ത്രീകൾ സുജൂദിൽ പോകുമ്പോഴും മറ്റും അവരുടെ കാൽപാദം കാണാൻ പാടില്ല. ഇറുകിയ പാൻസും ജീൻസുമൊക്കെ ധരിക്കുന്നവർ പൊക്കിൾക്കൊടി മറയുന്ന വിധത്തിൽ ധരിക്കേണ്ടതാണ്. റുക്കൂഉം സുജൂദുമൊക്കെ ചെയ്യാൻ വേണ്ടി കുനിയുന്ന സമയത്ത് പിൻഭാഗത്തിലൂടെ നഗ്നത കാണുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ നാലാമത്തെ ഷർത്ത് സമയം ആവുക എന്നതാണ്. ഓരോ നിസ്കാരത്തിനും നിശ്ചിത സമയമുണ്ട്. ഉച്ചതിരിഞ്ഞതു മുതൽ ളുഹറിന്റെ സമയം ആരംഭിച്ച് ഏതാണ്ട് 3 മണിക്കൂറിലധികം അത് നീണ്ടു നിൽക്കുന്നു. ളുഹറിന്റെ സമയം അവസാനിച്ചതു മുതൽ അസറിന്റെ സമയം തുടങ്ങുകയായി. സൂര്യാസ്തമനം വരെ അസർ നിസ്കരിക്കാം. നിസ്കാര സമയം കലണ്ടറിലും മറ്റും രേഖപ്പെടുത്തിയതുകൊണ്ട് അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. നിസ്കാരം അതിന്റെ സമയം വിട്ട് പിന്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തോന്നുമ്പോൾ മാത്രം നിസ്കരിക്കുന്നതും ഒഴിവുള്ളപ്പോൾ ഒന്നിച്ചു തീർക്കുന്നതും ഉത്തരവാദിത്വ ബോധമുള്ള വിശ്വാസിയുടെ ലക്ഷണമല്ല. അശ്രദ്ധവാന്മാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയുമില്ല. നിസ്കാരത്തിന്റെ 5-ാമത്തെ ഷർത്ത് ഖിബിലക്ക് മുന്നിടലാണ്. സൗദി അറേബ്യയിലെ മക്കാ നഗരത്തിൽ നിലകൊള്ളുന്ന കഅബ മന്ദിരത്തിന്റെ ദിശയാണ് നാം നിസ്കരിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടത്. കേരളത്തിൽ നേർ പടിഞ്ഞാറ് നിന്നും അല്പം വടക്കോട്ട് മാറി നിന്നാൽ ഖിബിലയുടെ ദിശയായി. ഇനി നമുക്ക് നിസ്കാരം പരിശീലിക്കാം. ഷർത്തുകൾ പാലിച്ച് ശാന്തചിത്തനായി ഹൃദയത്തിൽ അല്ലാഹുവിനെ മാത്രം വിചാരിച്ച് ഖിബിലക്ക് അഭിമുഖമായി നിന്ന്
ബാങ്കും ഇഖാമത്തും കൊടുക്കുക. ബാങ്കിന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാകുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹയ്യ അലസ്സലാഹ് ഹയ്യ അലസ്സലാഹ്. നിസ്കാരത്തിലേക്ക് വരിക, നിസ്കാരത്തിലേക്ക് വരിക. ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരിക, വിജയത്തിലേക്ക് വരിക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇതാണ് ബാങ്കിന്റെ അർത്ഥം. ബാങ്ക് കേൾക്കുന്നവർ നിശബ്ദരായി ബാങ്കിന് പ്രത്യുത്തരം ചെയ്യണം. ബാങ്കിലെ വാചകങ്ങൾ പതുക്കെ ഏറ്റുപറഞ്ഞാണ് പ്രത്യുത്തരം ചെയ്യേണ്ടത്. എന്നാൽ ഹയ്യഅലകളിൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. സുബ്ഹി ബാങ്കിൽ ഹയ്യ അലൽ ഫലാഹ് എന്നതിന് ശേഷം അസ്സലാത്തു ഖൈറും മിനൻ നൗം അത് കേൾക്കുന്നവർ സ്വദഖത വബരിർത എന്നാണ് പ്രത്യുത്തരം ചൊല്ലേണ്ടത്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ദുആ ചെയ്യണം. اللهم صل على سيدنا محمد اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. ദുആയുടെ സാരം ഇപ്രകാരമാണ്: അല്ലാഹുവേ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചൊരിയണമേ. ഈ സമ്പൂർണ്ണ വിളിയുടെയും നിലനിർത്തിയ നിസ്കാരത്തിന്റെയും രക്ഷിതാവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വസീല, ഫളീല എന്നീ സ്ഥാനങ്ങളും ഉന്നത പദവിയും നൽകണമേ. നീ വാഗ്ദാനം ചെയ്ത സ്തുത്യർഹമായ പദവിയും അവർക്കായി നൽകണമേ. അന്ത്യദിനത്തിൽ അവരുടെ ശുപാർശ നീ ഞങ്ങൾക്ക് നൽകണമേ. നീ വാഗ്ദത്തം ലംഘിക്കാത്തവനാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ബാങ്ക് കേട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചെയ്തവന് അന്ത്യദിനത്തിൽ എന്റെ ശുപാർശ ലഭിക്കുന്നതാണ്. ബാങ്കിന് ശേഷം ഇഖാമത്ത് കൊടുക്കുക. ഇഖാമത്തിന്റെ വാചകങ്ങൾ ഈ വിധത്തിലാണ്: اللهم صل على سيدنا محمد. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. ഇഖാമത്തിൽ ഖദ് ഖാമത്തുസ് സ്വലാഹ് എന്ന ദിക്ർ മാത്രമേ 2 പ്രാവശ്യം ചൊല്ലേണ്ടതുള്ളൂ. അത് കേൾക്കുന്നവർ أقامها الله وأدامها എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. പടച്ചവനെ, അതിനെ നീ എന്നും നിലനിർത്തണേ, അതിനെ നീ പതിവാക്കി തരണമേ എന്നാണ് ഈ വാചകങ്ങളുടെ സാരം. പുരുഷന്മാർ ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ സ്ത്രീകൾ ഇഖാമത്ത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഖിബലക്ക് അഭിമുഖമായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് മുമ്പിലുള്ള ചുമരിൽ നിന്നും 3 മുഴം അകലത്തിൽ ശാന്തനായി നിന്ന് ദൃഷ്ടി സുജൂദിന്റെ സ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നിയ്യത്ത് ചെയ്യുന്നു. 5 സമയത്തുള്ള നിസ്കാരങ്ങളുടെയും നിയ്യത്തുകൾ നമുക്ക് പരിചയപ്പെടാം. أصلي فرض الظهر 4 ركعات متوجها إلى القبلة أداء لله تعالى. ളുഹ്ർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി ഖിബലക്ക് മുന്നിട്ട് യഥാസമയത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العصر 4 ركعات متوجها إلى القبلة أداء لله تعالى. അസർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി ഖിബലക്ക് മുന്നിട്ട് യഥാസമയത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض المغرب 3 ركعات متوجها إلى القبلة أداء لله تعالى. മഗ്രിബ് എന്ന ഫർള് നിസ്കാരം 3 റക്അത്തായി ഖിബലക്ക് മുന്നിട്ട് യഥാസമയത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض العشاء 4 ركعات متوجها إلى القبلة أداء لله تعالى. ഇശാ എന്ന ഫർള് നിസ്കാരം 4 റക്അത്തായി ഖിബലക്ക് മുന്നിട്ട് യഥാസമയത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. أصلي فرض الصبح 2 ركعتين متوجها إلى القبلة أداء لله تعالى. സുബ്ഹ് എന്ന ഫർള് നിസ്കാരം 2 റക്അത്തായി ഖിബലക്ക് മുന്നിട്ട് യഥാസമയത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമായും ഉൾപ്പെട്ടിരിക്കണം. 1, ഞാൻ നിസ്കരിക്കുന്നു അഥവാ ഉസ്വല്ലി. 2, ഫർളാണെന്ന് വ്യക്തമാക്കൽ. 3, നിസ്കാരത്തിന്റെ പേര്. ഈ 3 കാര്യങ്ങളും ചേർന്നാൽ നിയ്യത്തിന്റെ ഹ്രസ്വരൂപമായി. ഉദാഹരണം നോക്കൂ. أصلي فرض الظهر ളുഹ്ർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. റക്അത്തിന്റെ എണ്ണം, ഖിബലക്ക് മുന്നിടുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിയ്യത്തിൽ ഉൾപ്പെടുത്തൽ സുന്നത്താണ്. ജമാഅത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടാവുക, നിസ്കാരത്തിന്റെ സമയം കഴിയാറാവുക, മറ്റു
അനിവാര്യമായ കാരണങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ നിയ്യത്തിലെ നിർബന്ധ ഘടകങ്ങൾ മാത്രം ചൊല്ലി ചുരുക്കാവുന്നതാണ്. തുടർന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. താഴ്ത്തിയിട്ട കൈകൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഉയർത്തി തുടങ്ങി ചൊല്ലിത്തീരുമ്പോൾ ഉയർത്തൽ അവസാനിക്കുന്നു. കൈപ്പടം പരത്തി വിരലുകൾ നിവർത്തിപ്പിടിച്ച് വിരലുകളുടെ അറ്റം ചെവിക്ക് നേരെ വരത്തക്ക വിധം ഉയർത്തി താഴ്ത്തിക്കൊണ്ടുവന്ന് നെഞ്ചിനും പൊക്കിളിനുമിടയിൽ വെച്ച് പിടിക്കുന്ന രൂപം നന്നായി ശ്രദ്ധിക്കുക. عن وائل بن حجر رضي الله عنه أنه قال صليت مع النبي صلى الله عليه وسلم فوضع يده اليمنى على يده اليسرى تحت صدره. ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹം പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിസ്കരിച്ചു. അപ്പോൾ പ്രവാചകൻ വലതുകൈ ഇടതുകൈയിന്റെ മേൽ വെച്ച് നെഞ്ചിന്റെ താഴെ വെക്കുന്നത് ഞാൻ കണ്ടു. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലാഹു അക്ബർ തക്ബീറിന് തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയുന്നത്. ഈ തക്ബീറും നിയ്യത്തും ചേർന്ന് വരേണ്ടതുണ്ട്. അവയ്ക്കിടയിൽ മൗനമോ ഇടവേളയോ ഉണ്ടാവാൻ പാടില്ല. തുടർന്ന് അല്പ ഇടവേളയ്ക്കു ശേഷം വജ്ജഹ്തു വജ്ഹിയ എന്ന് തുടങ്ങുന്ന പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുക. അത് ശബ്ദമുയർത്താതെയാണ് ചൊല്ലേണ്ടത്. അതിന്റെ വാചകങ്ങൾ ശ്രദ്ധിക്കൂ. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. സത്യമതക്കാരനും അനുസരണയുള്ളവനുമായി നിന്നുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹുവിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവാരാധകരിൽപ്പെട്ടവനല്ല. എന്റെ നിസ്കാരവും മറ്റാരാധനകളും ജീവിതവും മരണവും ലോകരക്ഷിതാവായ അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. അവന് യാതൊരു പങ്കുകാരുമില്ല. ആ കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്. ഇതാണ് പ്രാരംഭ പ്രാർത്ഥനയുടെ അർത്ഥസാരം. തുടർന്ന് ഫാത്തിഹ ഓതുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഫാത്തിഹയ്ക്ക് മുമ്പ് അഊദു ഓതൽ പ്രത്യേകം സുന്നത്താണ്. ഫാത്തിഹയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിലെ പ്രഥമ അധ്യായമാണ് ഫാത്തിഹ. അതിന്റെ പാരായണം
ശരിയായെങ്കിൽ മാത്രമേ നിസ്കാരത്തിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്താനാവൂ. ഫാത്തിഹയിലെ അക്ഷരങ്ങൾ തനതായ രൂപത്തിലും ശബ്ദത്തിലും ഉച്ചരിക്കണം. നീട്ടേണ്ടിടത്ത് നീട്ടിയും കനപ്പിക്കേണ്ടിടത്ത് കനപ്പിച്ചും ഓതാൻ പ്രത്യേക പരിശീലനം തന്നെ നേടേണ്ടതുണ്ട്. ഫാത്തിഹയ്ക്ക് ശേഷം ആമീൻ പറയലും സുന്നത്താണ്. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമും തുടർന്ന് നിസ്കരിക്കുന്നവരും ഒന്നിച്ചായിരിക്കണം ആമീൻ പറയേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സൂറത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് റുക്കൂ ചെയ്യുക. രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തി ഇപ്രകാരം കുനിഞ്ഞു നിൽക്കുന്നതാണ് റുക്കൂ. നട്ടെല്ല് വളയാതെ മുതുകും തലയും നേർരേഖയിൽ വരത്തക്കവണ്ണം കൈകാൽ മുട്ടുകൾ വളക്കാതെ കാൽമുട്ടുകളിൽ കൈകൾ ഊന്നിക്കൊണ്ടാണ് റുക്കൂ ചെയ്യേണ്ടത്. റുക്കൂഇൽ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി. എന്റെ മഹാനായ രക്ഷിതാവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് കൈകൾ ഉയർത്തി സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ് എന്ന് ചൊല്ലിക്കൊണ്ട് നിവർന്നു നിൽക്കുന്നു. ഈ നൃത്തത്തിനാണ് എഴുത്തിദാല് എന്ന് പറയുന്നത്. താഴ്ത്തിയിട്ട കൈകൾ വശങ്ങളിലേക്കും മുമ്പിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കരുത്. ബലം പിടിച്ച് നിൽക്കേണ്ടതുമില്ല. കൈകൾ ഉയർത്തുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്: സമിഅ അല്ലാഹു ലിമൻ ഹമിദഹ്. അല്ലാഹുവിനെ സ്തുതിച്ചവർക്ക് അവൻ കേട്ട് ഉത്തരം ചെയ്യട്ടെ എന്നാണ് അതിന്റെ സാരം. ഇവിടെ ഒരു പ്രാവശ്യം ഈ ദിക്റുകൾ ചൊല്ലുക. റബ്ബനാ ലകൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. അർത്ഥം ശ്രദ്ധിക്കൂ. ആകാശങ്ങൾ നിറയെയും ഭൂമി നിറയെയും ശേഷം നീ ഉദ്ദേശിച്ച വസ്തുക്കൾ നിറയെയും സർവസ്തുതിയും നിനക്കാണ്. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദ് ചെയ്യുന്നു. കാൽവിരലുകളുടെ പള്ളകൾ, കാൽമുട്ടുകൾ, മുൻകൈ വെള്ളകൾ, നെറ്റി, മൂക്ക് എന്ന ക്രമത്തിൽ നിലത്തമർത്തണം. മുഴുവൻ കാൽവിരലുകളുടെയും പള്ളകൾ നിലത്തമർത്താൻ കഴിയില്ലെങ്കിൽ സാധിക്കുന്നത്ര വിരലുകൾ നിലത്തമർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ സുജൂദ് ശരിയാവുകയുള്ളൂ. നെറ്റിമേൽ വസ്ത്രമോ തൊപ്പിയോ മറ്റ് ബാൻഡേജുകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പുരുഷന്മാർ സുജൂദിൽ 2 കൈകളും ഉയർത്തി വശങ്ങളിൽ നിന്നും ഇങ്ങനെ അകറ്റിവെക്കണം. സ്ത്രീകൾ ചേർത്താണ് വെക്കേണ്ടത്. സുജൂദിൽ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. ഇതാണ് ഈ വാക്കുകളുടെ അർത്ഥം. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് സുജൂദിൽ നിന്ന് ഇങ്ങനെ ഉയർന്ന് ഇരിക്കുക.
ഈ രൂപത്തിൽ ഇരിക്കുന്നതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയുക. ഇരിക്കുന്ന രീതി നന്നായി ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഇവിടെ ഒരു പ്രാവശ്യം ഈ ദിക്റുകൾ ചൊല്ലുക. റബ്ബിഗ്ഫിർ ലീ വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എന്റെ നാഥാ, നീ എനിക്ക് മാപ്പ് നൽകണമേ, എന്നോട് കരുണ കാണിക്കണമേ, എന്റെ ന്യൂനതകൾ പരിഹരിക്കണമേ, എന്റെ പദവി ഉയർത്തേണമേ, എനിക്ക് ഭക്ഷണം നൽകണമേ, എന്നെ നീ സന്മാർഗത്തിലാക്കണമേ, എന്നെ നീ സാഫല്യത്തിലാക്കണമേ. തുടർന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് രണ്ടാമത്തെ സുജൂദ് ചെയ്യുക. ഇതോടെ ഒരു റക്അത്ത് പൂർണ്ണമായി. രണ്ടാം റക്അത്തിലേക്ക് ഉയരുന്നതിന് മുമ്പ് അല്പം ഇരിക്കുന്നത് സുന്നത്താണ്. ഇരുത്തം ശ്രദ്ധിച്ചുവല്ലോ. ഈ ഇരുത്തത്തിനെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് പറയുക. തുടർന്ന് രണ്ടാം റക്അത്തിന് വേണ്ടി കൈകൾ ഇങ്ങനെ നിലത്ത് ഊന്നിക്കൊണ്ട് ഉയരുക. കൈകൾ ചുമലിനു നേരെ ഉയർത്താതെ കെട്ടുക. ഫാത്തിഹയും സൂറത്തും ഓതി റുക്കൂ ചെയ്യുക. രണ്ടാം റക്അത്തിലെ സുജൂദിന് ശേഷം ആദ്യത്തെ അത്തഹിയ്യാത്ത് ഓതുക. അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. ആദ്യത്തെ അത്തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കുന്ന രൂപം ശ്രദ്ധിച്ചുവല്ലോ. ഈ രൂപത്തിൽ ഇരിക്കുന്നതിന് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയുക. അത്തഹിയ്യാത്തിൽ ഈ വാക്യങ്ങളാണ് ചൊല്ലേണ്ടത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എല്ലാ തിരുമുൽ കാഴ്ചകളും ബറക്കത്തുകളും നിസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹുവിനാകുന്നു. നബിയേ, അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞങ്ങൾക്കും അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഗുണം ചെയ്യണമേ. ഇതാണ് നാം അത്തഹിയ്യാത്തിൽ പറയുന്നത്. അത്തഹിയ്യാത്തിൽ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ വലത് ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തുക. അപ്പോൾ ദൃഷ്ടി വിരലിൽ കേന്ദ്രീകരിക്കണം. അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് കൈകളും തുടയിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അത്തഹിയ്യാത്തിന് ശേഷം 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ മൂന്നാമത്തെ റക്അത്തിലേക്ക് ഉയരണം. ഉയരുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈകൾ ഉയർത്തുകയും ശേഷം താഴ്ത്തിക്കെട്ടുകയും ചെയ്യുക. തുടർന്ന് 3, 4 റക്അത്തുകൾ പൂർത്തിയാക്കണം.
അവസാനത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഈ രീതിയിൽ ഇരിക്കുന്നതിന് തബറുക്കിന്റെ ഇരുത്തം എന്നാണ് പറയുക. അപ്പോൾ അത്തഹിയ്യാത്തും നബിക്കും നബി കുടുംബത്തിനും സ്വലാത്തും സ്വലാമും ചൊല്ലണം. തുടർന്ന് ദുആ ചെയ്യണം. ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ സൂചിപ്പിച്ചതുപോലെ വിരൽ ഉയർത്തിപ്പിടിക്കണം. അവസാനത്തെ അത്തഹിയ്യാത്ത്, സ്വലാത്ത്, ദുആ എന്നിവയുടെ വാക്കുകൾ ഈ വിധത്തിലാണ്: അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام علينا وعلى عباد الله الصالحين. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ ലോകരിൽ നിന്നും തീർച്ചയായും നീ പ്രകീർത്തനത്തിന് അർഹനും ഉന്നത പദവിയുള്ളവനുമാകുന്നു. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അല്ലാഹുവേ, ഞാൻ മുമ്പ് ചെയ്തതും പിന്നീട് ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്കു നീ പൊറുത്തു തരേണമേ. രഹസ്യമായും പരസ്യമായും ചെയ്യുന്നതും അവിവേകമായി ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്കു നീ പൊറുത്തു തരേണമേ. അവയെപ്പറ്റി നന്നായി അറിയുന്നവൻ നീയാണ്. നീയാണ് മുന്തിക്കുന്നവൻ, നീ തന്നെയാണ് പിന്തിക്കുന്നവനും. നീയല്ലാതെ ഒരാരാധ്യനുമില്ല. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഫിത്നകളിൽ നിന്നും മസീഹു ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഈ ദുആയും ചൊല്ലിയതിനു ശേഷം സലാം വീട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യം വലതുഭാഗത്തേക്കും പിന്നീട് ഇടതുഭാഗത്തേക്കും മുഖം തിരിച്ചാണ് സലാം വീട്ടേണ്ടത്. നിസ്കാരശേഷം ചൊല്ലേണ്ട പ്രധാന ദിക്റുകൾ ഇവയാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
اللهم أنت السلام ومنك السلام وإليك يرجع السلام هينا ربنا بالسلام وأدخلنا برحمتك دار السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام سبحان الله سبحان الله سبحان الله الحمد لله الحمد لله الحمد لله الله أكبر الله أكبر الله أكبر لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا توفنا مسلمين وألحقنا بالصالحين സുബ്ഹ് നിസ്കാരത്തിലെ രണ്ടാമത്തെ എഴുത്തിദാലിൽ ഖുനൂത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. അത് മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല. മറന്നുപോയാൽ പരിഹാരമായി സഹ്വിന്റെ സുജൂദ് ചെയ്യണം. ഖുനൂത്തിന്റെ വാചകങ്ങൾ ഈ വിധത്തിലാണ്: اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم رب اغفر وارحم وأنت خير الراحمين. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും സന്മാർഗത്തിലാക്കേണമേ. നീ സൗഖ്യം നൽകിയവർക്കൊപ്പം എനിക്കും സൗഖ്യം നൽകണമേ. നീ ഏറ്റെടുത്തവർക്കൊപ്പം എന്നെയും ഏറ്റെടുക്കണമേ. നീ നൽകിയതിൽ ബർക്കത്ത് ചെയ്യണമേ. നീ എനിക്ക് വിധിച്ച ബുദ്ധിമുട്ടുകളിൽ നിന്നും എന്നെ കാത്തു സൂക്ഷിക്കണമേ. നീയാണ് വിധിക്കുന്നവൻ, നിനക്കെതിരെ ആരും വിധിക്കുകയില്ല. നീ ഉത്തരവാദിത്വം ഏറ്റെടുത്തവൻ നിന്ദ്യനാവുകയില്ല. നീ എതിർത്തവൻ അജയ്യനാവുകയില്ല. നാഥാ, നീ വിശുദ്ധനും ഉന്നതനുമാകുന്നു. നീ വിധിച്ചതിന്റെ പേരിൽ സർവസ്തുതിയും നിനക്കാണ്. നിന്നോട് ഞാൻ ക്ഷമാപണം ചെയ്യുന്നു. നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹ് നിസ്കാരത്തിലെ രണ്ടാം റക്അത്തിൽ റുകൂഇൽ നിന്നും തല ഉയർത്തിയാൽ രണ്ട് കൈകളും ഉയർത്തി ഈ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ബൈഹഖിയും ഹാക്കിമും ഇബ്നു അബ്ബാസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റമളാനിലെ അവസാന പകുതിയിലെ വിത്ർ നിസ്കാരത്തിലും ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. ഖുനൂത്തിനായി ഉയർത്തിയ കൈകൾ മുഖത്ത് തടവേണ്ടതില്ല. നിസ്കാരത്തിന്റെ പൂർണ്ണരൂപം നാം ശ്രദ്ധിച്ചുവല്ലോ. അതിന്റെ കർമ്മങ്ങളെ ഫർള്, അബ്ആലു സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. നിസ്കാരത്തിന്റെ ഫർളുകൾ
14 എണ്ണമാണ്. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 കഴിവുള്ളവർ നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ, 5 റുക്കൂ ചെയ്യൽ, 6 ഇഅ്തിദാൽ ചെയ്യൽ, 7 2 സുജൂദ്, 8 സുജൂദുകൾക്കിടയിൽ ഇരിക്കൽ, 9 അനാവശ്യമായ ചലനങ്ങളും മറ്റും ഉപേക്ഷിക്കൽ, 10 അവസാനത്തെ അത്തഹിയ്യാത്ത് ഓതൽ, 11 അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തു ചൊല്ലൽ, 12 അത്തഹിയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, 13 ആദ്യത്തെ സലാം വീട്ടൽ, 14 ഈ ക്രമം പാലിച്ച് നിർവഹിക്കൽ. ഇങ്ങനെ 14 ഫർളുകളാണ് നിസ്കാരത്തിനുള്ളത്. അബ്ആദു സുന്നത്തുകൾ ഇവയൊക്കെയാണ്. 1 ആദ്യത്തെ അത്തഹിയ്യാത്ത്, 2 അത്തഹിയ്യാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, 3 അവയ്ക്ക് വേണ്ടി ഇരിക്കൽ, 4 അവസാനത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും ശേഷം നബി കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലൽ, 5 ഖുനൂത്ത് ഓതൽ, 6 ഖുനൂത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് ചൊല്ലൽ, 7 അവയ്ക്ക് വേണ്ടി നിൽക്കൽ. ഫർളുകളും അബ്ആദു സുന്നത്തുകളുമല്ലാത്ത നിസ്കാരത്തിലെ മറ്റു പ്രവർത്തനങ്ങൾ ഹൈആത്ത് സുന്നത്തുകളാണ്. അവയും നിസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യം തന്നെ. ഫർള് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കൽ പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതാണ്. ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ ജമാഅത്ത് നിസ്കാരമാകും. ഒരു മഅ്മൂമ് മാത്രമേ ഉള്ളുവെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. രണ്ടാമത് വരുന്നയാൾ ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കുക. നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം രണ്ടാളും ഇമാമിനു പിന്നിൽ ഒരു സഫായി നിൽക്കണം. അപ്പോൾ തുടർച്ചയായി 3 പ്രാവശ്യം അനങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗം കാരണമോ വെള്ളത്തിന്റെ ദൗർലഭ്യം മൂലമോ വുളൂ, കുളി എന്നിവ നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ തയമ്മും ചെയ്യാം. ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടാണ് തയമ്മും ചെയ്യേണ്ടത്. തയമ്മും ചെയ്യേണ്ട രീതി നമുക്ക് നിരീക്ഷിക്കാം. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന നിയ്യത്തോടെ ശുദ്ധമായ പൊടിമണ്ണുകൊണ്ട് മുഖവും മുൻകൈയും ഓരോ പ്രാവശ്യം തടവുന്നതിനാണ് തയമ്മും എന്ന് പറയുന്നത്. നബ്ബിഊനി ബിഇൽമിൻ ഇൻ കുൻതും സാദിഖീൻ ومن الإبل 2 ومن البقر 2 قل الذكرين حرم أم الأنثيين أما اشتملت. തയമ്മുമിന്റെ ഷർത്തുകൾ: നിസ്കാരത്തിന്റെ സമയം ആകൽ, ശുദ്ധമായ പൊടിമണ്ണ് കൊണ്ടായിരിക്കൽ, തയമ്മുമിന് മുൻപ് ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ, മണ്ണ് 2 പ്രാവശ്യം അടിച്ചെടുത്തുകൊണ്ട് തയമ്മും നിർവഹിക്കൽ, വെള്ളം ഉപയോഗിക്കൽ അസാധ്യമാകൽ. തയമ്മുമിന്റെ ഫർളുകൾ: തയമ്മുമിന്റെ മണ്ണ് പ്രത്യേകം മാറ്റിവെക്കൽ, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ, മുഖം തടവൽ, കൈകൾ തടവൽ,
ഈ ക്രമം പാലിച്ചുകൊണ്ട് തയമ്മും നിർവഹിക്കൽ. وسلم. الله